ആരോഗ്യ മേഖലയിൽ ചരിത്രം കുറിച്ച് എറണാകുളം ജനറൽ ആശുപത്രി. രാജ്യത്ത് ആദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തി. വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് നേപ്പാൾ സ്വദേശി ദുർഗയ്ക്ക് മാറ്റിവെച്ചത്. ചരിത്ര നിമിഷത്തിനാണ് എറണാകുളം ജനറൽ ആശുപത്രി ഇന്ന് സാക്ഷ്യം വഹിച്ചത്. 47-കാരന്റെ ഹൃദയം ഇനി 21-കാരിയായ നേപ്പാൾ സ്വദേശിയിലും ഇടിക്കും. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് തിരുവനന്തപുരത്ത് നിന്നും എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് ഹൃദയം എത്തിച്ചത്. കൊച്ചി ഗ്രാൻഡ് ഹയാത്തിലെ ഹെലിപാഡിലെത്തിയ ഹൃദയം 3 മണിയോടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ചുരുക്കി പറഞ്ഞാൽ വെറും 4 മിനിറ്റ് കൊണ്ടാണ് ഹൃദയം ഹയാത്തിലെ ഹെലിപാഡിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി പേരാണ് ആശുപത്രിയിൽ തടിച്ചുകൂടിയത്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സങ്കീർണമായ തയ്യാറെടുപ്പുകളാണ് ആശുപത്രിയിൽ നടത്തിയതെന്നും ആശങ്കകൾ നിലനിൽക്കുന്നില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. സഹോദരി മരിച്ചിട്ട് 24 വയസ്സുള്ള സഹോദരി മരിക്കുന്നത്. അപ്പോൾ ഇനി 2-3 വർഷം കൂടെ ആയുസുള്ളോ എന്നാണ് അതിൻ്റെ ആ ഭീതിയിലാണ് ആ കുട്ടി എത്രയും നാൾ ജീവിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ മാത്രം ആശ്രയിക്കുന്ന ഒരു രോഗിക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ് നമുക്ക് ഈ സംഭവം എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാം പ്ലാനിങ് കൃത്യമായിരുന്നു. കാരണം 45 മിനിറ്റ് ഫ്ലൈൻ ടൈം എടുത്തു. 4 മിനിറ്റാണ് പോലീസ് തീരുമാനിച്ചിരുന്ന ട്രാൻസ്പോർട്ടേഷൻ ഹയാത്തിൽ നിന്ന് എറണാകുളം ജലാശയത്തേക്കുള്ള യാത്രാ സമയം 4 മിനിറ്റാണ് ഉദ്ദേശിച്ചിരുന്നത്. ആ 4 മിനിറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് കൃത്യ പ്ലാനിങ് ആയിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. സർജറി ഇനി വലിയ ആശങ്കകളൊന്നും ആവശ്യമില്ല. സർജറി 100% വിജയമായിരിക്കും തന്നെ പറയാം. കേരളത്തിന് നന്ദിയെന്നായിരുന്നു ദുർഗാകാമിയുടെ സഹോദരൻ തിലക് കാമിയുടെ പ്രതികരണം. Hello, my name is Tilak. I am brother of Durga Kami, and Kerala is beautiful place, and I got this. Me and my sister got this opportunity to this operation, and we come. This all God's plan, and all this planned by God. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഷിബുവിന് ഡിസംബർ 21-നാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവിന്റെ ഹൃദയം ഉൾപ്പെടെ 7 അവയവങ്ങളാണ് ദാനം ചെയ്തത്. ഷിബുവിന്റെ 2 വൃക്കകൾ, കരൾ, ഹൃദയം, 2 നേത്രപടലങ്ങൾ, സ്കിൻ എന്നിവയാണ് ദാനം ചെയ്തത്. തീവ്ര ദുഃഖത്തിലും അവയവദാനത്തിന് സന്നദ്ധമായ കുടുംബത്തിന് നന്ദി അറിയിച്ച് സംസ്ഥാന സർക്കാരും രംഗത്ത് വന്നു. പാരമ്പര്യമായ ഹൃദ്രോഗം കാരണം ചികിത്സയിലായിരുന്ന നേപ്പാൾ സ്വദേശി ദുർഗ അനുയോജ്യമായ ഹൃദയത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ദുർഗാകാമിയും സഹോദരനും അനാഥാലയത്തിലായിരുന്നു താമസം. അവിടെ നിന്നുമാണ് ഡോക്ടർ ഷാജൻ വർഗീസ് ഇവരെ കേരളത്തിലെത്തിച്ചത്. ഏതായാലും അതൊരു ഹെറിഡിറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിവേ ഡോക്ടർ ജോർജ് കാണിച്ചു. അദ്ദേഹം 2 to 3 months എടുത്തു. കുറേ ടെസ്റ്റുകളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി കണ്ടീഷനാണെന്നൊക്കെ മനസ്സിലായി. എനിവേ ഫ്രം ദാറ്റ് മൊമെൻ്റ് ഓൺ, ഏകദേശം ഫെബ്രുവരിയിലാണ് വന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ഹാർട്ടിന് വേണ്ടിയിട്ട്. ഇതിലൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായത് നമ്മളുടെ ബഹുമാനപ്പെട്ട ഹൈക്കോർട്ട് നമുക്കൊരു ജഡ്ജ്മെൻറ്റ് ചെയ്തതാണ്. കാരണം അക്കോർഡിംഗ് ടു ലോ ഇന്ത്യൻ സിറ്റിസനാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഓൾവേസ്. അപ്പോൾ അതുകൊണ്ട് 2-3 ഹാർട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഇവക്ക് കിട്ടിയില്ല. സൂപ്രണ്ടൊക്കെ ഒരു റിട്ടിന് പോയി, അത് അവർക്ക് അനുകൂലമായിട്ട് കിട്ടി. അങ്ങനെയാണ് അവൾക്കിപ്പോൾ ഈ ഒരു ഹാർട്ട് കിട്ടാനുള്ള സാഹചര്യം. അനാഥയായ നേപ്പാൾ സ്വദേശിനിക്കാണ് കോടതിയുടെ പ്രത്യേക അനുമതിയോടെ കേരളം കരുതലൊരുക്കിയത്. ഇനി അവൾ നേപ്പാളിന് മാത്രമല്ല കേരളത്തിന്റെയും മകളാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.